أتمنى لكم طيب الإقامة وإلى اللقاء. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ വീണ്ടും ഒരു കൊച്ചു യാത്ര തുടങ്ങിയിരിക്കുകയാണ്. നമ്മൾ ഇപ്പോൾ പിടിച്ചിരിക്കുന്നത് സെൻട്രൽ ഏഷ്യയിലാണ്. സെൻട്രൽ ഏഷ്യയിലെ അസർബൈജാൻ എന്ന് പറയുന്ന ആ ഒരു കുഞ്ഞു രാജ്യത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇനിയുള്ള കുറച്ച് വീഡിയോസ് അസർബൈജാൻ്റെ കാഴ്ചകളാണ് ഞാൻ നിങ്ങളെ പങ്കുവയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് ഇത് ഇങ്ങോട്ട് വന്ന് ഇറങ്ങിയതേ ഉള്ളൂ. ഷാർജയിൽ നിന്ന് നമ്മൾ ഫ്ലൈറ്റിൽ നേരെ അസർബൈജാനിൽ വന്ന് ഇറങ്ങുമായിരുന്നു. അപ്പോൾ ഇവിടെ കുറച്ച് സോളോ ട്രാവലർ ആയിരിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ വരും ഈ ഇമിഗ്രേഷനിൽ. അല്ലാതെ മൊത്തം സ്മൂത്തായിരുന്നു ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് സിറ്റി സെൻറ്ററിലേക്ക് പോവുകയാണ്. ബാക്കുവിൻ്റെ ഹൈദർ അലിയേവ് എന്നാണ് ഇവിടുത്തെ എയർപോർട്ടിൻ്റെ പേര്. മെയിൻ എയർപോർട്ട് അത് ബാക്കുവിൽ ഉള്ള എയർപോർട്ടാണ്. അവിടെ നിന്ന് നമ്മൾ ബാക്കു സിറ്റി സെൻറ്ററിലേക്ക് പോകണം. അപ്പോൾ അതിന് മുന്നേ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കുവിൽ യാത്ര ചെയ്യാനായിട്ട് ബാക്കി കാർട്ട് എന്ന് പറഞ്ഞുകൊണ്ട് BAKIKART എന്ന് പറഞ്ഞിട്ട് ഒരു കാർഡുണ്ട്. അപ്പോൾ ആ കാർഡ് നമ്മൾ എടുക്കണം. അപ്പം എയർപോർട്ടിൻ്റെ തൊട്ട് പുറത്ത് തന്നെ അതിൻ്റെ ഒരു കിയോസ്ക് ഉണ്ട്. അവിടെ നമ്മൾ കാശ് ഇടുക. ഞാനിപ്പം 5 ഇവിടുത്തെ കറൻസി പറയുന്നത് മന്നത്ത് എന്നാണ്. അപ്പോൾ 5 മന്നത്തിട്ട് ഞാൻ 2 മന്നത്താണ് കാർഡിൻ്റെ പ്രൈസ്, 3 മന്നത്ത് നമുക്ക് റീചാർജ് ചെയ്യാം. അപ്പം ഞാനിപ്പോൾ പുതിയ കാർഡൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ മെഷീൻ ഞാൻ നിങ്ങളെ കാണിക്കാം. അതിനുശേഷം നമ്മൾ ഇവിടെ നേരെ എയർപോർട്ടിൻ്റെ നേരെ ഫ്രണ്ടിൽ തന്നെയാണ് ബസ് സ്റ്റാൻഡ് ഉള്ളത്. അപ്പോൾ ആ ബസ് സ്റ്റാൻഡിൽ കയറിയിട്ട് അവിടെ നിന്ന് സിറ്റി സെൻറ്ററിലേക്ക് പോകാം. അപ്പോൾ ഈ ബസ്സിലെല്ലാം ഈ കാർട്ട് എന്നാണ് ഇപ്പോൾ വരുന്നത് വായിൽ. ഈ കാർഡ് നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ, വേറെ കാശൊന്നും നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ മസ്റ്റായിട്ട് ആ കാർഡ് എടുക്കണം. ഓക്കെ, അപ്പോൾ അതാണ് ആദ്യത്തെ ജോലി എന്ന് പറയുന്നത് ഇവിടെ വന്നിട്ട്. അപ്പോൾ ബസ് ഒരു 30 മിനിറ്റ് ഇടവിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ബസ് സ്റ്റോപ്പിലേക്ക് പോകണം. അതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് കാർഡ് എടുക്കുന്ന ആ മെഷീൻ ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. ഇതാണ് ഞാൻ പറഞ്ഞത്, ബാക്കി കാർട്ട് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇതിൽ നിന്നാണ് നമുക്ക് ആ മെഷീന്, ഇതാണ് ആ കാർഡ് എടുക്കാനുള്ള മെഷീൻ. അപ്പോൾ ഇവിടെ സ്ക്രീനിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് കാണാം. ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുക. അത് ലിമിറ്റഡ് യൂസിനാണെങ്കിൽ ഇതെനിക്ക് തോന്നുന്നു പേപ്പർ കാർഡാണെന്ന് തോന്നുന്നു. അത് ഒരു ജേർണിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് തോന്നുന്നു. ഞാൻ ട്രൈ ചെയ്തില്ല. പിന്നെ ഇവിടെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇവിടെ സെക്യൂരിറ്റീസൊക്കെ ഉണ്ട്, സീനൊന്നുമില്ല. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കാർഡിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 2 മന്നത്താണ്. ടിക്ക് ചെയ്യുക. ഇത് ഇവിടെയാണെങ്കിൽ അതിൻ്റെ നമ്മുടെ മന്നത്ത് എത്ര മന്നത്താണുള്ളത് അത് വെക്കുക. കാർഡ് വരും. കാർഡ് ഇത് ഇവിടെ വരും. ഇവിടെ നമ്മൾ എടുത്ത് നമ്മുടെ യാത്ര ചെയ്യുക. അപ്പോൾ ഇത്രയുള്ള സംഭവം, വളരെ സ്മൂത്താണ് സാധനം. എയർപോർട്ടിൻ്റെ നേരെ പുറത്ത് തന്നെ ടെർമിനൽ 1 എന്ന് പറഞ്ഞുകൊണ്ട് ബസ് സ്റ്റോപ്പുണ്ട്. ഹവാ ലിമാനി എയർപോർട്ട് എക്സ്പ്രസ് എന്നൊക്കെയാണ് ബസ്സിന് പറയുന്ന പേര്. അപ്പോൾ ഇതാണ് സ്റ്റോപ്പ്. ഇതാണ് നമ്മുടെ എയർപോർട്ട്. നല്ല അടിപൊളി എയർപോർട്ടാണ്. ഒരു കുഞ്ഞ് എയർപോർട്ടാണ്, പക്ഷേ ആ ഒരു തലയെടുപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ആൾക്കാർ ബസ് കാത്ത് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് ടാക്സിക്കാരൊക്കെ നമ്മളെ സമീപിക്കും. കുറച്ച് കാശിന് നമ്മൾ കൊണ്ടാക്കാം. സിറ്റി സെൻറ്ററിലാണോ പോകേണ്ടത്, എവിടെയാണ് പോകേണ്ടതെന്ന് പറഞ്ഞാൽ ബസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബസ് എക്സ്പ്രസ്. അപ്പോൾ ഇതിലോട്ട് നമ്മൾ കയറുന്നത്. ബസ്സൊക്കെ നല്ല അടിപ്പൻ ബസ്സാണ്. അപ്പോൾ നമുക്ക് കയറാം. ഐ തിങ്ക് ദിസ് ഈസ് എ ബസ്. അപ്പോൾ ഇതാണ് ബസ്. ഞാൻ അതിൻ്റെ മുൻവശം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഗ്രാൻഡ് ബസ്സാണ്. ഇതിൻ്റെ ഏത് വഴി കയറണമെന്ന് എനിക്ക് സംശയം വന്നു. അപ്പോൾ ആൾക്കാർ ഇറങ്ങുന്നത് ഇതുവഴിയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കയറാം. അപ്പോൾ കാർഡ് സ്വൈപ്പ് ചെയ്ത് നമ്മുടെ ബാക്കി കാർഡ് സ്വൈപ്പ് ചെയ്ത് നമ്മൾ ബസ്സിൻ്റെ അകത്ത് കയറി. വെറും 1.30 മന്നത്ത്, 1.3 മന്നത്തെ ആയിട്ടുള്ള റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ടാക്സി പിടിക്കാൻ വേണ്ടി ഇവിടുന്ന് ഒരു 20 മന്നത്തെങ്കിലും ആവും. അപ്പോൾ ഇതാണ് ഏറ്റവും ചീപ്പസ്റ്റ് ഓപ്ഷൻ. അതായത് ബഡ്ജറ്റ് ട്രിപ്പിന് വരുന്നവർക്ക് ഏറ്റവും ചീപ്പസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ അത് കാർഡ് സ്വൈപ്പ് ചെയ്ത് നമ്മൾ ഇവിടെ കയറാം. പിന്നെ ഇതിൽ ക്യാഷ് കൊടുക്കാൻ പറ്റത്തില്ല. നേരത്തെ പറഞ്ഞെന്ന് തോന്നുന്നു. ഇനി അഥവാ പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരിക്കൽ കൂടെ പറയുകയാണ്, കാർഡ് വെച്ചിട്ട് നമുക്കിതിൽ ട്രാവൽ ചെയ്യാൻ പറ്റും. നമ്മൾ നേരെ സിറ്റി സെൻറ്ററിലേക്ക് പോകണം. ഇവിടുന്ന് ഒരു അരമണിക്കൂർ എടുക്കുമെന്ന് തോന്നുന്നു. 28 മെയ് എന്ന് പറയുന്ന ഒരു മെട്രോ സ്റ്റേഷനാണ് ഈ ബസ്സിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പ്. അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് നമ്മൾ ബാക്കു മെട്രോയിൽ കയറി അടുത്ത് നമ്മൾ റൂം ബുക്ക് ചെയ്തിരിക്കുന്ന ഒരു ഹോസ്റ്റലാണ്. ആ ഹോസ്റ്റലിലേക്കാണ് പോകാൻ പോകുന്നത്. ബാക്കു തെരുവോരകളിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. ഹോസ്റ്റലൊക്കെ കണ്ടുപിടിച്ചു. റൂമിൻ്റെ ആ ഒരു റേറ്റൊക്കെ പേ ചെയ്തു. അടുത്ത് ഒരു സിം കാർഡ് കിട്ടുമെന്ന് ഇങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണ്. ബാക്കുവിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. സിറ്റി ഓഫ് വിൻസ് എന്നും പറയാറുണ്ട്. അതായത് കാറ്റുകളുടെ നഗരമെന്നും പറയാറുണ്ട്. അപ്പോൾ ഒരു ചെറിയ കാറ്റൊക്കെ ഇങ്ങനെ വീശി നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെ നടക്കുകയാണ്. ആൾക്കാരെല്ലാം ആ ഒരു ഹോളിഡേ മൂഡിലാണ്. ഇന്നിപ്പോൾ ശനിയാഴ്ചയാണ്. അപ്പോൾ
ആൾക്കാരെല്ലാം ഒരു ഹോളിഡേ മൂഡിൽ അടിച്ചു പൊളിച്ച് വൈകുന്നേരമൊക്കെ ആയപ്പോൾ അങ്ങനെ നടക്കുകയാണ്. നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ കൂടിയിരിക്കുകയാണ്. അപ്പോൾ അസേർ സെല്ല് എന്ന് പറഞ്ഞ ഒരു മൊബൈൽ കമ്പനിയാണ് ഇവിടുത്തെ ഏറ്റവും പോപ്പുലർ. അപ്പോൾ അവരുടെ സിം കാർഡ് തപ്പി നടക്കുകയാണ്. അപ്പം അത് ഒരു ഷോപ്പിലും കാണുന്നില്ല. അപ്പോൾ അവിടെ ഒരു ഷോപ്പേ കണ്ടുള്ളൂ. അവിടെ NAR എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ സിം കാർഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ വേറെ നമ്മൾ തപ്പി നടക്കുകയാണ്. കുറച്ച് അധികം അലഞ്ഞു, കുറേ മൊബൈൽ ഷോപ്പുകളിലൊക്കെ ചോദിച്ചു, പക്ഷെ എവിടെയും സാധനമില്ല. അപ്പോൾ നമ്മൾ എവിടുന്നേലും നമുക്ക് തപ്പിയെടുത്ത് ഒരു സിം ഒപ്പിച്ചാലേ പറ്റത്തുള്ളൂ. കാശൊക്കെ നമ്മൾ കൺവേർട്ട് ചെയ്തു, ഡോളേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഇവിടെ കൺവേർട്ട് ചെയ്ത് ഇവിടുത്തെ ഒരു ബാങ്കിൽ കയറിയിട്ട് മണി എക്സ്ചേഞ്ചും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊന്നും യാതൊരു സീനുമില്ല, എല്ലാം സ്മൂത്താണ് ഇതുവരെ. ഈ സിം കാർഡും കൂടെ ഒപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കങ്ങ് പൂർണ്ണമായിട്ട് ഇവിടെ അങ്ങ് ഫ്രീ ആയിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം.